അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നാണ് 16ാമത്തെ ഒരു ഭാഗം. അപ്പൊ കഴിഞ്ഞ 2 ഭാഗങ്ങളിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിനെ സംബന്ധിച്ച് ആദ്യത്തെ 2 വഹീനെ സംബന്ധിച്ച് സൂറത്തുൽ അലഖ് ഇറാ ഗുഹയിൽ വെച്ച് ആദ്യത്തെ വഹി, അതിനുശേഷം ഒരു അല്പകാലഘട്ടത്തെ ഇടവേളയ്ക്ക് ശേഷം സൂറത്തുൽ മുദ്ദസിർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടതും സമ്പൂർണ്ണ രൂപത്തിൽ ദൃശ്യമായതും അതിനുശേഷം സൂറത്തുൽ മുദ്ദസിർ നൽകിയതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ വഹീനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് പല സീറ ഗ്രന്ഥങ്ങളിലും ഈ ഒരു സന്ദർഭത്തിൽ വഹീനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ആ ഒരു ചർച്ച വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പോയിന്റ് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടർന്നുള്ള 23 വർഷക്കാലഘട്ടങ്ങളിലുടനീളം വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹീ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഹീനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് ആ ഒരു ചർച്ചയിലേക്കാണ് പ്രധാനമായിട്ട് നമ്മൾ കടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകുന്നത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സൃഷ്ടാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് നൽകുന്ന മാർഗദർശനാണ് വഹീ. എല്ലാം സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതേപോലെ തന്നെ മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആദ്യത്തെ വഹീയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മറ്റാരേക്കാളും അറിയുക സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. പരിശുദ്ധ ഖുർആൻ യാതൊരു സംശയത്തിനിടയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു ചോദ്യം മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ 14ാമത്തെ വചനത്തിൽ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സൃഷ്ടിച്ചുണ്ടാക്കിയവന് നിങ്ങൾ അറിയില്ലേ, അവന് നിങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മജ്ഞാനിയാണ് എന്നുള്ള. അപ്പൊ നമ്മളെ മറ്റാരേക്കാളും അറിയുക സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ആ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ അതിന്റെ കാറ്റലോഗ്, അതിന്റെ മാനുവൽ അത് നൽകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് ആ പ്രൊഡക്റ്റിന്റെ നിർമ്മാതാവാണ്. ആ നിർമ്മാതാവിനേക്കാൾ ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള അറിവ് മറ്റൊരാൾക്കും ഉണ്ടാവില്ല. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രൊഡക്റ്റ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ. ആ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീയിലൂടെ നമുക്ക് മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ആ നന്മ തിന്മകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരിക്കലും വേർതിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഇപ്പൊ നമ്മൾ നന്മയായിട്ട്, ഞാൻ നന്മയായിട്ട് കാണുന്നത് പല ആളുകളുടെയും വീക്ഷണത്തിൽ അത് ഒരുപക്ഷെ അവർ തിന്മയായിട്ട് വിലയിരുത്തിയേക്കാം. കാരണം നന്മ തിന്മകൾ എന്നുള്ളത് ഓരോ സമൂഹവും അതേപോലെ തന്നെ ഓരോ കാലഘട്ടവും മാറുന്നതിനനുസരിച്ച് അതിന്റെ നിർവചനങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള. മഹാനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്, മഅറൂഫു സമാനിന മുൻകറു സമാനിൻ ഖദ് മളാ വ മുൻകറു മഅറൂഫു സമാനിൻ ഖദ് ബഖി. മനോഹരമായിട്ടുള്ള പ്രസ്താവന. ആശയം എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നന്മകളായിട്ട് കാണുന്ന പലതും ഇന്നലകളിലെ തിന്മകളായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ തിന്മകളായിട്ട് വിലയിരുത്തപ്പെടുന്ന പലതും വരും കാലങ്ങളിൽ, നാളുകളിൽ നന്മകളായിട്ട് മാറിയേക്കാം. മനോഹരമായിട്ടുള്ള പ്രസ്താവന. കാരണം സമൂഹം അങ്ങനെയാണ്. കാരണം കാലം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമൂഹം മാറുന്നതിനനുസരിച്ച് നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള വീക്ഷണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തേക്കും അനുയോജ്യമായിട്ടുള്ളൊരു നന്മ തിന്മകളെ വേർതിരിക്കാൻ അല്ലെങ്കിൽ നിർവചിക്കാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം അവന്റെ അറിവ് സമയത്തിനും കാലത്തിനകത്ത് പരിമിതമാണ്. പക്ഷേ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സമയത്തെയും കാലത്തെയും സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തേക്കും അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള ജ്ഞാനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അതാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകി എന്നുള്ള. വ്യത്യസ്ത കാലത്ത് വ്യത്യസ്ത ദേശങ്ങളിലേക്കായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചു. അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം നൽകി. ചില ആളുകൾ, പ്രത്യേകിച്ച് മോഡേൺ ഏജിലെല്ലാം ജീവിക്കുന്ന പല ആളുകളും, ശാസ്ത്ര രംഗത്തെല്ലാം ജീവിക്കുന്ന പല ആളുകളും, അവര് ദൈവവിശ്വാസികളാണ്. ദൈവത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്. കാരണം അതൊരിക്കലും, അതായത് പ്രപഞ്ചത്തിൽ അത്രയേറെ തെളിവുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവനിഷേധികളായിട്ട് അവര് പറയുന്നില്ല. ആ ദൈവമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പ്രവാചകന്മാരും
അതേപോലെ തന്നെ ദിവ്യബോധനം, വേദഗ്രന്ഥം, അതൊന്നുമില്ല, അല്ലെങ്കിൽ അതൊക്കെ മനുഷ്യന് പിന്നീട് സൃഷ്ടിച്ചതാണെന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. സൃഷ്ടാവായിട്ടുള്ള ദൈവം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൃഷ്ടാവാണ് അവന്റെ സൃഷ്ടികളെ വഴി നടത്തേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവമുണ്ട്, വഹി അല്ലെങ്കിൽ പ്രവാചകന്മാരില്ല എന്ന് പറയുന്ന അത്തരം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് അത്തരം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നുണ്ട്. സൂറത്തുൽ അൻആമിന്റെ 91-ാമത്തെ വചനം, മനോഹരായിട്ടുള്ള വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇദ് ഖാലു മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക്, അതായത് മനുഷ്യർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ, പ്രവാചകന്മാർക്ക്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് യാതൊന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അള്ളാഹിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അവര് സൃഷ്ടാവായിട്ടുള്ള ആളെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ അവര് അറിയേണ്ട രൂപത്തിൽ, മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഈ രൂപത്തിൽ സംസാരിക്കില്ലായിരുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെങ്കിൽ അവന് സൃഷ്ടികളെ വഴി നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ടതും അവരിലൂടെ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം നൽകിയതും. ആ പ്രവാചകന്മാരുടെ അന്തിമനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള, അതായത് ലോകം അവസാനിക്കുന്നത് വരെയുള്ള സർവ്വ മനുഷ്യർക്കും ഉതകുന്ന രൂപത്തിലുള്ള മാർഗദർശനാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ ഖുർആന്റെ അവതരണത്തിന്റെ ആരംഭമാണ് കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ രണ്ട് സൂറത്തുകളുടെ അവതരണമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി തുടർന്ന് അങ്ങോട്ട് 23 വർഷ കാലഘട്ടങ്ങളിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിലായിട്ട് ആ വഹി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ 2 വഹി നൽകിയെന്ന് നമ്മൾ പറഞ്ഞു. ആ വഹി നൽകുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള ചില മുന്നൊരുക്കങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ആ മുന്നൊരുക്കം? അതിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ വഹയിലേക്കുള്ള മുന്നൊരുക്കം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മാനവ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സന്ദർഭത്തിനാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. 1600 വർഷത്തിന് ശേഷം പ്രപഞ്ചനാഥനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളോട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. വഹയി പുനരാരംഭിക്കുകയാണ്. അതും മുൻകാലഘട്ടങ്ങളിൽ നൽകപ്പെട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നൽകപ്പെടാൻ പോകുന്ന വഹയി അത് അവസാന നാളുവരെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള, അവസാന നാളുവരെയുള്ള സർവ്വ മനുഷ്യർക്കുതകുന്ന രൂപത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ഘട്ടം മുതൽ പ്രപഞ്ചനാഥൻ നൽകുന്നത്. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സന്ദേശം, ആ അന്തിമ വേദഗ്രന്ഥത്തിന്റെ ആ സന്ദേശം അത് ഇറങ്ങാൻ ആരംഭിച്ചതോടുകൂടെ അതിനുതകുന്ന രൂപത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു, സജ്ജമാക്കി എന്നുള്ളതാണ്. വാനലോകത്തെ പോലും അതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സജ്ജമാക്കി. ഇപ്പൊ നമുക്കറിയാം, 7-ാം ആകാശത്ത് നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹ്യുമായിട്ട് വരുന്നത്. അപ്പൊ വാനലോകത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം അവിടെ മാലാകമാരുണ്ട്. അതോടൊപ്പം തന്നെ ആ മാലാകമാരോടൊപ്പം തന്നെ വാനലോകത്ത് ഒരു പ്രത്യേക പരിധി വരെ സഞ്ചരിക്കാൻ കഴിവ് നൽകപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ. ജിന്നുകൾ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്നുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അദൃശ്യമാണ്. പക്ഷേ അത്തരത്തിലൊരു വിഭാഗം നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്നാണ്. ആ ജിന്നുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകപ്പെടാത്തതായിട്ടുള്ള ചില കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, വാനലോകത്ത് ഒരു പരിധിവരെ അവർക്ക് സഞ്ചരിക്കും. അതേപോലെ തന്നെ അക്കാലഘട്ടത്ത് അവിടെയുള്ള ആ വാനലോകത്തുള്ള മാലാഖമാരുടെ സംസാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടെ തന്നെ ചിലത് കേൾക്കാനും, ആ കേട്ട കാര്യങ്ങളിൽ അതിൽ വെള്ളം ചേർത്ത് അതിൽ പലതും കൂട്ടിച്ചേർത്ത് ഭൂമിയിലുള്ള അവരുടെ സേവകരും ആരാധ്യരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തി, അത്തരത്തിലുള്ള ദുഷ്ടപ്രവൃത്തി ചില ചീത്ത ജിന്നുകൾ ചെയ്യാറുണ്ട്. ചീത്ത ജിന്നുകൾ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു, അവർ മനുഷ്യരെ പോലെ ഒരു വിഭാഗമാണ്. അപ്പൊ മനുഷ്യരിൽ നല്ല ആളുകൾ, ചീത്ത ആളുകളുണ്ട്. അതേ രൂപത്തിൽ ജിന്നുകളിലും നല്ലതും ചീത്തയുമായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിത കാലഘട്ടത്തിൽ നല്ല ഒരു വിഭാഗം ജിന്നുകൾ റസൂലുള്ളാഹിനെ സമീപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് പോയിട്ട് അവരെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതായിട്ടും സൂറത്ത് റഹ്മാൻ അവർക്ക് മീതെ പാരായണം ചെയ്തു കൊടുത്തതായിട്ടെല്ലാം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഹദീസിലേക്ക് പിന്നീടാൻ വരും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ചീത്ത ജിന്നുകളെ സംബന്ധിച്ചാണ്. അവര് ആ പരിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ചതോടുകൂടെ വാനലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുള്ള ചില സംവിധാനങ്ങൾ, അതായത് സ്പെഷ്യൽ സെക്യൂരിറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഏർപ്പാടാക്കി എന്നുള്ള ചില പണ്ഡിതന്മാർ, ന്യൂനപക്ഷം ചില പണ്ഡിതന്മാർ അത്
ഖുർആന്റെ അവതരണത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തോടുകൂടെ ആ രൂപത്തിൽ ആകാശലോകം സംവിധാനിക്കപ്പെട്ടു എന്നും അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ റസൂലുള്ളാഹിന്റെ ആ ജന്മം പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പരിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ചതോടുകൂടെ ഉപരിലോകത്ത്, വാനലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആ ജിന്നുകൾ അവിടെ ഒരു പരിധിവരെ സഞ്ചരിക്കാനും ചിലത് കേൾക്കാനെല്ലാം കഴിവ് നൽകപ്പെട്ട ആ ജിന്നുകൾ തന്നെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. മനോഹരാണ്. സുബ്ഹാനല്ലാഹ്. ജിന്നുകൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 100% ഗൈബിയായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ജ്ഞാനാണ്. പക്ഷെ നമുക്ക് അദൃശ്യമായതെല്ലാം അതേ രൂപത്തിൽ ആ ജിന്നുകൾക്ക് അദൃശ്യമായിക്കൊള്ളുന്നില്ല. കാരണം അവർ പ്രത്യേക സൃഷ്ടികളാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, അവർ വാനലോകത്ത് ഒരു പരിധിവരെ അവർക്ക് സഞ്ചരിക്കാം. മാലാഖമാരെ അവർക്ക് കാണാൻ സാധിക്കും. കാരണം തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾക്ക് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ മാലാഖമാരെ ദർശിക്കാൻ സാധിക്കും എന്നുള്ള ഈ രൂപത്തിൽ ഇതെല്ലാം പറയുന്ന സന്ദർഭത്തില് ജിന്നുകൾ അതേ രൂപത്തില് മാലാഖമാര് വഹി എന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ അതിനെല്ലാം വളരെ അങ്ങേയറ്റം പരിഹസിക്കുന്ന ആളുകളുണ്ട്. അത്തരം പരിഹസിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മൾ കാണുന്ന, നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് പിറകിലുള്ള ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ റിയാലിറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഭൗതിക യാഥാർത്ഥ്യങ്ങൾ മാത്രം കാണാൻ സാധിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒരേ രൂപത്തിൽ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്ത മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം നിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഭൂമിയിൽ തന്നെ നമ്മൾ കാണാത്തതാണ്, നമ്മൾ കാണുന്നതിനേക്കാൾ കാണാത്ത അറിവുകളാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്റെ കാഴ്ച എത്രത്തോളം പരിമിതമാണ് ചിന്തിച്ചു നോക്കുക. അപ്പൊ പ്രകാശത്തിന്റെ ആ സ്പെക്ട്രത്തിൽ, ആ ലൈറ്റ് പ്രകാശ സ്പെക്ട്രത്തിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് മനുഷ്യന്റെ നേത്രങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുള്ളത്. ആ സ്പെക്ട്രത്തിന്റെ മുകളിലും താഴെയായിട്ട് വലിയൊരു ഭാഗം നമ്മുടെ കണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ആ സ്പെക്ട്രത്തിന്റെ നമുക്ക് കാണാൻ കഴിയാത്ത ആ ഭാഗം കാണുന്ന, അതേപോലെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയാത്ത അതെല്ലാം കേൾക്കാൻ കഴിവുള്ള ജീവികള് നമുക്ക് മുമ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായിട്ട് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. നിസ്സാരമായിട്ട് ചില ജീവികൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ തേനീച്ചയെ സംബന്ധിച്ച് പറയാറുണ്ട്, തേനീച്ചകള് അൾട്രാ വയലറ്റ് രശ്മികൾ കാണാനുള്ള കഴിവ് തേനീച്ചകളുടെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പൊ ആ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിവുള്ള കണ്ണുപയോഗിച്ച് തേനീച്ചകൾ നമ്മൾ കാണാത്തൊരു ലോകത്തെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ നഹ്ലാണ്, ചേർത്ത് വായിക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് കേൾക്കാൻ കഴിയാത്ത നിരവധി ശബ്ദങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, മനുഷ്യന്റെ ശ്രവണപഥങ്ങള് അത് 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി മാത്രമാണ് നമുക്ക് ശ്രാവ്യമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തുള്ള നിരവധി ശബ്ദങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അൾട്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കുന്ന നിരവധി ജീവികൾ, വവ്വാലുകൾ പോലെ അല്ലെങ്കിൽ ഡോൾഫിനെ പോലെയുള്ള ജീവികൾ, അവരുടെ എക്കോ ലൊക്കേഷൻ എന്നറിയപ്പെടുന്ന പ്രതിഭാസം, അതെല്ലാം അത്തരത്തിലുള്ള അത്ഭുതപ്പെടുന്ന കഴിവുകൾ ഉപയോഗപ്പെടുന്ന നിരവധി ജീവികൾ ഈ ദൃശ്യലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കുകയാണ് ഇതേ രൂപത്തിലുള്ള അദൃശ്യ ലോകത്തുള്ള വാർത്തകളെ ചില ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അവരെന്നെ പറയാറുണ്ട്, ശാസ്ത്രലോകത്തുള്ള ആളുകൾ തന്നെ പദാർത്ഥം കൊണ്ട് നമുക്ക് അറിയുന്ന പദാർത്ഥം കൊണ്ട്, ബെരിയോണിക് മാറ്റർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചം തന്നെ മൊത്തം പ്രപഞ്ചത്തിന്റെ വെറും 5% മാത്രമാണെന്നാണ് അവർ പറയുന്നത്. ബാക്കി 95% നമ്മൾക്ക് ഇതുവരെ പിടിതരാത്ത ശ്യാമദ്രവ്യം അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ കൊണ്ടാണ് ബാക്കിയുള്ള ഭാഗമെല്ലാം നിർമ്മിക്കപ്പെട്ടത്. അത് ഇന്ന് വരെ നമുക്ക് അതിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ഹോളിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടെത്തി. ബ്ലാക്ക് ഹോള് ആ ഒരു സങ്കല്പം, അതിനെ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ പകർത്തുകയുണ്ട്. അതേ രൂപത്തിൽ ഇതുവരെ മനുഷ്യന് പിടി നൽകാത്ത ഈ ശ്യാമദ്രവ്യം കൊണ്ടാണ് ബാക്കിയുള്ള 95% നിർമ്മിക്കപ്പെട്ടതാണ് ശാസ്ത്രലോകം പറയുന്നത്. അതെല്ലാം കാണുന്ന, അതെല്ലാം വിശ്വസിക്കുന്ന നമ്മള് ഈ ദൃശ്യലോകത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതല്ല, അതിനപ്പുറത്തുള്ള അദൃശ്യ ലോകത്തുള്ള വാർത്തകൾ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കണ്ടാലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടാലേ ശഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പച്ചയായിട്ടുള്ള അഹങ്കാരാണ്. ഞാൻ കാണുന്നത് മാത്രമേ ശഠിക്കുന്നത് പച്ചയായിട്ടുള്ള അഹങ്കാരാണ്. കണ്ടിട്ടെന്തിനാണ് വിശ്വസിക്കുന്നത്? കണ്ടിട്ട് വിശ്വസിക്കാൻ ആർക്കാണ് കഴിയാത്തത്? കണ്ടാ പിന്നെ ഒരിക്കലും വിശ്വാസമായിട്ട് മാറുന്നില്ല, കാണുന്നതോടുകൂടെ വിശ്വാസമല്ലാതായിട്ട് മാറുകയാണ്. കാണാതെയാണ് നീ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ടേ വിശ്വസിക്കുമെന്ന് ശഠിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം കാണിപ്പിച്ചിട്ടേ കൊണ്ടുപോകൂ. അതും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ലോകത്ത് നിങ്ങളുടെ ക്ലൈമാക്സ് ആ രൂപത്തിലായിരിക്കും.
അത്രയും കാലം നിങ്ങൾ നിഷേധിച്ചതെല്ലാം ആ കണ്ണിന്റെ മറ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് നീക്കപ്പെടും എന്നുള്ള സുബ്ഹാനല്ലാഹ്. ആ നീക്കപ്പെടുന്നതോടുകൂടി അത്രയും കാലം നിഷേധിച്ച കാഴ്ചകൾ നീ നേരിട്ട് കാണും. പക്ഷേ നേരിട്ട് കണ്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അതാണ് ഞാൻ പറയുന്നത്. കണ്ടിട്ട് പിന്നെ വിശ്വസിക്കാൻ അവസരമില്ല. കാരണം കാണാതെ ആകുന്ന സന്ദർഭത്തിൽ മാത്രമേ വിശ്വസിക്കേണ്ടതുള്ളൂ. അതാണ് വിശ്വാസം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫ് 50-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാഫിന്റെ 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഇത്വാഇക ഫബസറുക യൗമ ഹദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇതെല്ലാം നിഷേധിച്ച, എല്ലാം കണ്ടിട്ടേ വിശ്വസിക്കുമെന്ന് ചടിച്ച സത്യനിഷേധികളായിട്ടുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിൽ അവരോട് പറയും, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഇതിനെയെല്ലാം നിഷേധിച്ചു, ഇതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ഗഫ്ലത്ത്, നിങ്ങൾ അശ്രദ്ധയായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ നിന്റെ ആ കണ്ണിന്റെ മൂടി ഫകശഫ്നാ അൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന്റെ മൂടി ആ ഒരു സന്ദർഭത്തിൽ നീക്കം ചെയ്യും. ആ നീക്കം ചെയ്യുന്നതോടുകൂടെ ഫബസറുകൽ യൗമ ഹദീദ്, നിങ്ങളുടെ ദൃഷ്ടി ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ളതായിട്ട് മാറുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാത്ത ആ ലോകം കാണുന്ന രൂപത്തിലുള്ള കാഴ്ച ആ സന്ദർഭത്തിൽ നൽകും. അവിടെ വെച്ചുകൊണ്ട് അത്രയും കാലം നിഷേധിച്ച പലതും നിങ്ങൾ കാണാൻ തുടങ്ങും. മാലാകമാരെ അവസാനമായിട്ട് ഈ ലോകത്ത് വെച്ച് ഒരാൾ കാണുന്ന കാഴ്ച മരണത്തിന്റെ മാലാകയായിരിക്കും അദ്ദേഹം കാണുക. പക്ഷേ വിശ്വസിക്കാനുള്ള അവസരമില്ല. കാരണം കഴിഞ്ഞു. വിശ്വസിക്കാനുള്ള അവസരം ആ ഒരു സന്ദർഭം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അതായത് അദൃശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള ആമുഖം എന്നുള്ള നിലക്ക് അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പൊ നമ്മുടെ വിഷയം, അതായത് അദൃശ്യ ലോകത്ത് അവിടെ ആ സന്ദർഭത്തിൽ വഹയിന്റെ ആരംഭത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെയുള്ള ചില ജിന്നുകൾ നമുക്ക് വേണ്ടി പറഞ്ഞുതരാൻ. അവരുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുർആൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ജിന്നുകൾ നൽകുന്ന വിശദീകരണം. സുബ്ഹാനല്ലാഹ്. അത് ഒരിക്കലും നമുക്കറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമുക്കറിയാൻ കഴിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള കഴിവ്, ചില കാര്യങ്ങളിൽ കഴിവ് നൽകപ്പെട്ടവരാണ് ജിന്നുകൾ. അവർ പറയാൻ സൂറത്തുൽ ജിന്ന്, ആ സൂറത്തുൽ ജിന്നിന്റെ 8-9 ആയത്തുകൾ നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായിട്ട് ജിന്നുകളെ സംബന്ധിച്ചുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത് ഒന്ന് സൂറത്തുൽ ജിന്ന്, അതേപോലെ രണ്ടാമത് സൂറത്തുൽ അഹ്ഖാഫ്, അതേപോലെ തന്നെ സൂറത്തുൽ റഹ്മാൻ. ഈ ഒരു ഭാഗത്താണ് പ്രധാനമായിട്ട് ജിന്നുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കടന്നു വരുന്നത്. അതിൽ സൂറത്തുൽ ജിന്നിന്റെ 8-9 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ ജിന്നുകൾ പറയാൻ, ഉപരിലോകത്ത് വെച്ച് ജിന്നുകൾ നടത്തിയ ഒരു സംസാരം, അന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബ. അവർ പറയാൻ, അതായത് അന്നാ ലമസ്ന സമാഅ, ഞങ്ങള് ആകാശത്തെ, അതായത് വഹി ഇറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ, വഹിന്റെ ആരംഭഘട്ടത്തിൽ അന്നാ ലമസ്ന സമാഅ, ഞങ്ങൾ ആകാശം സ്പർശിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ, അതായത് ആകാശലോകത്ത് ഒരു പ്രത്യേക പരിധിയിലേക്ക് അവർ പോകാൻ ശ്രമിച്ച സന്ദർഭത്തിൽ ഫവജദ്നാഹ, ഞങ്ങൾ കണ്ടു. എന്താണ്? മുലിഅത് ഹറസൻ ശദീദൻ, അതായത് ശക്തമായിട്ടുള്ള, അതായത് തകർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില സെക്യൂരിറ്റി, ചില കാവൽക്കാരെ മുലിഅത്ത് അവിടെ നിറക്കപ്പെട്ടതായിട്ട് ഞങ്ങൾ കണ്ടു. അത് മാത്രമല്ല വശുഹുബ, തീജ്വാലകളും അവർ കാണപ്പെട്ടു എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജിന്നുകളുടെ സംസാരം എന്താന്ന് വെച്ചാൽ, ഉപരിലോകത്ത് പരിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ചതോടുകൂടെ ഉപരിലോകത്ത് ശക്തമായിട്ടുള്ള ചില സെക്യൂരിറ്റികൾ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് ഇപ്പൊ നമ്മള് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വലില്ലാഹിൽ മസലു അല, അല്ലാഹു സുബ്ഹാനഹു നമുക്കറിയാം, ഭൂമിയിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ആളുകൾ വരുന്ന സന്ദർഭത്തിൽ, ഇപ്പൊ പ്രസിഡന്റോ മറ്റോ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് ചില സെക്യൂരിറ്റി ഫോഴ്സുകൾ വഴിയിൽ ഏർപ്പാടാക്കാറുണ്ട്. അവർ തോക്കും പിടിച്ച് ആ പരിധിയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അത് അപകടമാണ്. അതേ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വഹിയിന്റെ ആരംഭഘട്ടത്തിൽ അതേ രൂപത്തിൽ ശക്തമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ആകാശലോകത്ത് ഒരുക്കി വെച്ചു. അതായത് അവർക്ക് ശക്തമായിട്ടുള്ള ചില ഹറസൻ ശദീദൻ, ശക്തമായിട്ടുള്ള ചില കാവൽക്കാർ മാലാകമാരെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഏർപ്പാടാക്കി. അത് മാത്രമല്ല, ജിന്നുകൾ വീണ്ടും സംസാരം തുടരുകയാണ്. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സമഇ. അവർ പറയാണ്, പഴയ കാലത്ത് ആകാശലോകത്തുള്ള ചില വാർത്തകൾ കേൾക്കാനും അതേപോലെ തന്നെ അതേ രൂപത്തിൽ അവിടെ ഇരുന്ന് മാലാകമാരുടെ സംസാരങ്ങളെല്ലാം കേൾക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ പലതും അവർക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് പരിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ചതോടുകൂടെ ഫമൻ യസ്തമിഇൽ ആന, ഈ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും അതേ രൂപത്തിൽ ശ്രമിച്ചാൽ യജിദു ലഹു ശിഹാബൻ റസദ. അവർ പറയാണ്, യജിദു ലഹു, അവർ കണ്ടെത്തും ശിഹാബൻ റസദ, ശക്തമായിട്ടുള്ള തീജ്വാലകൾ അവർക്ക് നേരെ വരാൻ തുടങ്ങി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് രണ്ടായത്തുകളുടെ അതിന്റെ സാരം എന്താന്ന് വെച്ചാൽ, ആകാശലോകത്ത് വഹീന്റെ ആരംഭ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ചില എക്സ്ട്രാ സെക്യൂരിറ്റികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കി. മുൻകാലഘട്ടങ്ങളിൽ അവർ കേട്ടത് അതേ രൂപത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാനെങ്ങാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ ശക്തമായിട്ടുള്ള ശിഹാബൻ റസദ, ശക്തമായിട്ടുള്ള തീജ്വാലകൾ അവർക്ക് നേരെ വരാൻ തുടങ്ങി എന്നുള്ള. ഇപ്പൊ ജിന്നുകൾ പരസ്പരം നടത്തുന്ന സംഭാഷണങ്ങളാണ് പരിശുദ്ധ ഖുർആനോട് ഉദ്ധരിക്കുന്നത്. അപ്പൊ എന്താണ് ആകാശലോകത്ത് ഇതേ രൂപത്തിലുള്ള വലിയൊരു മാറ്റം വരാനുള്ള കാരണം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവർ ആ സംസാരം തുടരുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ ജിന്നിന്റെ 10-ാമത്തെ ആയത്ത് അവർ പറയാണ് അന്നാ ലാ നദിരി, ഞങ്ങൾക്കറിയില്ല. അതായത് അവർ സ്പേസിൽ നിന്ന് നടത്തുന്ന ഒരു സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത്. ഭൂമിയിലുള്ള ആളുകൾക്ക് ഇതെല്ലാം കാരണം വല്ല നാശാണോ അല്ലെങ്കിൽ അവർക്ക് ഗുണാണോ പ്രപഞ്ചനാഥനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തോ ഒന്ന് പ്രധാനപ്പെട്ടത് അവിടെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലക്ഷണമാണ് ഇതെല്ലാം. മുൻകാലത്ത് നമുക്ക് ചെയ്തതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണാണോ ദോഷാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. അവർ പറയാൻ ഭൂമിയിലുള്ളതെന്ന് അവർ പറയാൻ കാരണം ഈ ഒരു സംഭാഷണം അവർ നടത്തുന്നത് വാനലോകത്ത് സ്പേസിൽ വെച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ ജിന്നുകൾ സംസാരിച്ചതായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പൊ വഹീന്റെ ആരംഭഘട്ടത്തിൽ വാനലോകത്ത് വെച്ചുകൊണ്ട് ജിന്നുകൾ നടത്തിയ സംഭാഷണമാണ് നമ്മളിവിടെ കണ്ടത്. അതേ സന്ദർഭത്തിൽ ഭൂമിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ജിന്നുകൾ അതിനെ തുടർന്ന് നടത്തുന്ന ഒരു സംഭാഷണം ഇതേ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലാണ് ഉദ്ധരിക്കപ്പെട്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം സ്വഹാബികളോടൊപ്പം സൂഖുൽ ഉഖാല ചന്തയിലേക്ക് റസൂലുള്ളാഹി പുറപ്പെട്ടു. അപ്പൊ ഇത് സംഭവിക്കുന്നത് റസൂലുള്ളാഹിന്റെ വഹീന്റെ ആരംഭത്തിലല്ല, ഒരു അല്പം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇതിവിടെ ഉദ്ധരിക്കാനുള്ള കാരണം അതിലൂടെ വളരെ കൃത്യമായിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ സംവിധാനങ്ങൾ കാരണം അവരനുഭവിച്ച പ്രയാസം, അവർ ഭൂമിയിൽ വെച്ച് സംഭാഷണം നടത്തുന്നത് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാല ചന്തയിലേക്ക് പുറപ്പെട്ട ആ സന്ദർഭത്തിൽ ഒരു വിഭാഗം ജിന്നുകൾ ഇതേ രൂപത്തിൽ ആകാശലോകത്തേക്ക് പോയി അവിടെയുള്ള വാർത്തകൾ കേൾക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അവർ കേൾക്കുന്നതിന് അവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടു. ആ തടസ്സങ്ങൾ ഭേദിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അവർക്ക് നേരെ ഷിഹാബർ റസദ, ശക്തമായിട്ടുള്ള തീജ്വാലകളെല്ലാം അയക്കപ്പെട്ടു. അപ്പൊ അവര് ഭയപ്പെട്ടു. ഉടനെ തന്നെ അവര് ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഭൂമിയിലുള്ള തങ്ങളുടെ അനുയായികളിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അനുയായികൾ കാര്യം അന്വേഷിച്ചു എന്താണ്. അപ്പൊ അവര് പറഞ്ഞു എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇതേ രൂപത്തിൽ ശ്രമിച്ച സന്ദർഭത്തിൽ ആകാശലോകത്ത് പ്രത്യേകമായിട്ട് ചില സജ്ജീകരണങ്ങൾ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് കേട്ട ഉടനെ ആ സമൂഹം അവരോട് പറഞ്ഞു, ഭൂമിയിൽ പുതുതായിട്ട് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കണം, അതല്ലാതെ ഒരിക്കലും ഈ രൂപത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് ഫളരിബു മശാരിഖൽ അർളി വ മഗാരിബഹ, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ കിഴക്കും പടിഞ്ഞാറൊക്കെ ഒന്ന് സഞ്ചരിച്ച് എന്താണ് അതിന്റെ പൊരുൾ, അതായത് എന്താണ് ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക. ആകാശലോകത്ത് ഇതേ രൂപത്തിൽ സംഭവിക്കണമെങ്കിൽ ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടാകണം. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് ഭൂമിയിലുടനീളം നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കുക. അങ്ങനെ ആ ജിന്നുകളുടെ വിഭാഗം കിഴക്കും പടിഞ്ഞാറും അവരിങ്ങനെ കറങ്ങാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ ഹദീസ് ആരംഭിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികളും ഉഖാല ചന്തയിലേക്കുള്ള വഴിമധ്യേ നഖൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ വെച്ചുകൊണ്ട് അവര് ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി അവരവിടെ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എല്ലാം നിർവഹിച്ച് അവിടെ അവര് നമസ്കാരം ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടി ഫജ്ർ നമസ്കാരം ആരംഭിച്ചു. റസൂലുള്ളാഹിന്റെ മനോഹരമായിട്ടുള്ള ഖുർആൻ പാരായണം ആരംഭിച്ചു. റസൂലുള്ള ഖുർആൻ പാരായണം ആരംഭിച്ച സന്ദർഭത്തിൽ ആ വഴി കടന്നുപോയിട്ടുള്ള ചില ജിന്നുകളുടെ വിഭാഗം പെട്ടെന്ന് അവർ ഈ ശബ്ദം കേട്ടു. റസൂലുള്ളാഹിന്റെ ഈ പാരായണം കേട്ട ഉടനെ തന്നെ അവരവിടെ നിന്ന് അവര് ശ്രദ്ധയോടുകൂടെ, വളരെ വിസ്മയത്തോടുകൂടെ, അത്ഭുതത്തോടുകൂടെ റസൂലുള്ള പാരായണം ചെയ്യുന്ന ഖുർആൻ അവർ ശ്രവിച്ചു. അത്ഭുതത്തോടുകൂടെ അവർ ശ്രവിച്ചു. അത് കേട്ട ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവര് തങ്ങളുടെ സമൂഹത്തിനിടയിലേക്ക് അവർ മടങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞതെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ജിന്ന് ആരംഭിക്കുന്നത്. സൂറത്തുൽ ജിന്നിന്റെ ആദ്യത്തെ ആയത്ത് അവരുടെ സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അവരാ സമൂഹത്തിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് അവർ പറയാണ്. അവർ പറഞ്ഞു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അവർ പറയാൻ, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം അവർ ഖുർആൻ കേട്ടു.
എന്നിട്ട് അവർ ആ സമൂഹത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, അത്ഭുതപ്പെടുന്ന ചിലത് ഞങ്ങളിപ്പോ കേട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെടുന്ന ചില കലാമ് ഞങ്ങൾ കേട്ടു എന്നുള്ള. അപ്പൊ അതോടുകൂടെ എന്താണ് ആകാശലോകത്ത് ഇതെല്ലാം സംഭവിക്കാനുള്ള കാരണം എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആകാശലോകത്ത് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയതെന്നെല്ലാം അവർക്ക് ആ ഘട്ടത്തിൽ മനസ്സിലായെന്നാൽ അതിന്റെ കൂടുതൽ വിവരണത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സൂറത്തുൽ ജിന്നിന്റെ തഫ്സീറുകൾ നിങ്ങൾ ആഴത്തിൽ പരിശോധിച്ച് നോക്കുക. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് സൂചിപ്പിക്കാൻ വിട്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ തന്നെ സംസാരം ഉദ്ധരിക്കുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ആ യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ, മക്കയിലെ ഖുറൈശികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ഈ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. കാരണം റസൂലുള്ളാഹിനെ 40 വർഷം അവർക്ക് കൃത്യമായിട്ട് അറിയാം. പ്രവാചകനെ എഴുതാനോ വായിക്കാനോ അറിയില്ല. റസൂലുള്ളാഹ് മുമ്പ് ഒരു കവിത രചിച്ചിട്ടില്ല. അപ്പൊ അതല്ല, റസൂലുള്ളാഹിന്റെ വചനങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം, ഇത് ഏതോ ജിന്നിൽ നിന്നുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹ് സാഹിറെന്ന് കാഹിനെന്നെല്ലാം അവർ ആരോപിച്ചിരുന്നു. അപ്പൊ ഏതെങ്കിലും ഇതേ രൂപത്തിൽ ഉപരിലോകത്തുള്ള ജിന്നുകൾ നൽകുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹ് സംസാരിക്കുന്നതെന്നുള്ള ആരോപണം മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ കാഹിനെന്നും സാഹിറെന്നെല്ലാം അവർ വിളിക്കാനുള്ള കാരണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ ജിന്നുകളുടെ തന്നെ സംസാരം ഉദ്ധരിക്കുക വഴി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിഷേധിക്കണം അവരുടെ ആരോപണങ്ങളെ. സുബ്ഹാനല്ലാഹ്, അതായത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഗ്രന്ഥമൊന്നുമല്ല ഇത്. ഏതെങ്കിലും ജിന്ന് റസൂലുള്ളാഹിക്ക് കൊണ്ടുപോയി നൽകുന്നതല്ല. കാരണം ജിന്നുകൾക്ക് പോലും കേൾക്കാൻ സാധിക്കാത്തതായിട്ട് ജിന്നുകളുടെ സംസാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്. അവരുടെ തന്നെ സംഭാഷണം അവര് തന്നെ പറയാണ്, എന്തോന്ന് സംഭവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. സ്പെഷ്യലായിട്ട് ചില സെക്യൂരിറ്റികൾ ആകാശലോകത്തുണ്ടെന്ന് അദൃശ്യ ലോകത്ത് അവര് നടത്തിയ സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കാനുള്ള ഒരു കാരണം അതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ സംശയിക്കുന്നത് പോലെ ജിന്നുകളിൽ നിന്നുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല റസൂലുള്ളാഹി ഇത് സംസാരിക്കുന്നത്. കാരണം ജിന്നുകൾക്ക് ഒന്നും ഈ ഒരു സന്ദർഭത്തിൽ കേൾക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് അവര് തന്നെ പറയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. ആ ഒരു യാഥാർത്ഥ്യം കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവം ഉദ്ധരിക്കുക വഴി ബോധ്യപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ആ അനുഭവത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിച്ച വഹീന്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, അതായത് ആകാശലോകത്ത് നൽകിയ പ്രത്യേകമായിട്ടുള്ള ചില സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പൊ വഹീനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചു. അതിനുശേഷം ആ വഹി നൽകാനും ആരംഭിച്ചു. ആ വഹീന്റെ ആരംഭമാണ് നേരത്തെ സൂറത്തുൽ അലഖിന്റെ അതേപോലെ തന്നെ സൂറത്തുൽ മുദ്ദസിറിന്റെ എല്ലാം ആ ഭാഗത്തിലൂടെ നമ്മൾ കണ്ടത്. വഹി റസൂലുള്ളാഹിക്ക് ലഭിച്ചു. ആദ്യത്തെ 2 സൂറത്തുകൾ ലഭിച്ചു. സൂറത്തുകൾ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി നൽകിയത്, അതാണ് ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ വഹീന്റെ രൂപങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പൊ നേരത്തെയുള്ള ഭാഗത്ത് റസൂലുള്ളാഹിക്ക് ആ 2 വഹി ലഭിച്ച രൂപം രണ്ടും വ്യത്യസ്തമായിരുന്നു. ആദ്യ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ ആ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം രണ്ടാമത് കാണുന്ന മറ്റൊരു രൂപത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൌത്യകാലത്ത് 23 വർഷ കാലഘട്ടത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ ഒരു രൂപത്തിലല്ല വഹി ലഭിക്കുന്നത്, മറിച്ച് വ്യത്യസ്ത രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെട്ടത്. അപ്പൊ വഹീന്റെ വ്യത്യസ്ത രൂപങ്ങൾ സീറ ഗ്രന്ഥങ്ങളിലെല്ലാം പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. 7ഓളം വ്യത്യസ്ത രൂപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി, ആ സന്ദേശം ലഭിച്ചിരുന്നു. മഹാനായ പണ്ഡിതൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ വഹീന്റെ 7 രൂപങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത്തെ രൂപം, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള രൂപം മുതൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപം, ആ ഒരു ഓർഡറിലാണ് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും താഴേക്കിടയിൽ കടന്നു വരുന്ന വഹീന്റെ ഒന്നാമത്തെ രൂപം എന്നുള്ളത് സ്വപ്നങ്ങളാണ്. അതാണ് വഹീന്റെ ഏറ്റവും താഴ്ന്ന രൂപത്തിലുള്ള വഹി, സ്വപ്നങ്ങൾ. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ആ നുബുവത്തിന് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ 6 മാസ കാലഘട്ടത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. റുഅ്യ സ്വാലിഹ, സത്യസന്ധമായിട്ട് പ്രഭാതം പോലെ പുലരുന്ന സ്വപ്നങ്ങൾ. കാരണം പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ എന്നുള്ളത് അത് സാധാരണക്കാരെ പോലെയല്ല, മറിച്ച് സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമേ പ്രവാചകന്മാർ കാണൂ. അപ്പൊ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ആ കുട്ടിയെ അറുക്കാനുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് സ്വപ്നത്തിലൂടെയാണ്. സൂറത്ത് സ്വാഫാത്തിന്റെ 105-ാമത്തെ വചനത്തിൽ അത് സ്വദ്ദഖ്ത റുഅ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ കാര്യത്തിലും ചില കൽപ്പനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ നൽകിയിട്ടുണ്ട്. ഹിജ്റ പോകാനുള്ള കൽപ്പന, അതേപോലെ തന്നെ ഫതഹ് മക്കയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശം സൂറത്തുൽ ഫതഹിന്റെ
അവസാനത്തെ ആയത്ത് 27ാമത്തെ ആയത്തിൽ ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യാ ബിൽ ഹഖി ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട് റസൂലഹു റുഅ്യാ ബിൽ ഹഖ്, റസൂലുള്ളാഹിന്റെ സ്വപ്നം സത്യപ്പെടുത്തിയാണ്. അപ്പൊ സ്വപ്നത്തിലൂടെ ആയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയത്. അപ്പൊ അതെല്ലാം സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന വഹയികളാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട, അടിവരയിടേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആന്റെ 23 വർഷക്കാലഘട്ടത്തുടനീളം പരിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ വചനം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹിക്ക് നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഏറ്റവും ഉന്നതമായിട്ടുള്ള വഹിയാണ്. അതൊരിക്കലും ഈ താഴേക്കിടയിലുള്ള വഹിയുടെ രൂപത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അതല്ലാതെ പ്രവാചകന്റെ ജീവിതത്തിലുള്ള, അതായത് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ആ ഒരു രൂപത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായിട്ട് നൽകിയത്. അതാണ് ഒന്നാമത്തെ വഹിയുടെ രൂപം, സ്വപ്നങ്ങൾ. രണ്ടാമത്തെ വഹിയുടെ രൂപം എന്താന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സന്ദേശം നൽകുന്ന സന്ദേശവാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ആ സന്ദേശം ഇട്ടുകൊടുക്കുക. അതാണ് രണ്ടാമത്തെ രൂപം. അപ്പൊ നമ്മൾ കണ്ട രൂപത്തിലെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ മറ്റൊരു രൂപം എന്താ വെച്ചാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടാതെ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ആ സന്ദേശം നിക്ഷേപിക്കുക. അതാണ് വഹീന്റെ മറ്റൊരു രൂപം. അതിനുള്ള തെളിവാണ് സ്വഹീഹായിട്ടുള്ള ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന, ഹാക്കിമും തുബ്രാനി എല്ലാം ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായിട്ടുള്ള ഹദീസ്, ഇമാം അൽബാനി അടക്കം സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, അതിമനോഹരമായിട്ടുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഹദീസ്. ആ ഹദീസിന്റെ തുടക്കത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി. റൂഹുൽ ഖുദുസ്, അതായത് പരിശുദ്ധാത്മാവ്, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മനസ്സിൽ തോന്നിച്ചു. അതാണ് റസൂൽ ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്നത്, നഫസ ഫീ റൂഹി അല്ലെങ്കിൽ ഖൽബി. സുബ്ഹാനല്ലാഹ്. എന്താണ് തോന്നിച്ചത്? ഹദീസിന്റെ ബാക്കി ഭാഗം കൂടെ പരിശോധിക്കുക. മനോഹരമായിട്ടുള്ള ആശയാണ് ഹദീസ് നൽകുന്നത്. അന്ന നഫ്സൻ ലൻ തമൂത് ഹത്താ തസ്തക്മിൽ അജലഹ, അതായത് ഒരു ആത്മാവും ഭൂമിയിൽ അവന് നിശ്ചയിക്കപ്പെട്ട ഉപജീവനം പൂർത്തിയാക്കാതെ മരിക്കുകയില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് ഏതൊരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കണക്കാക്കിയിട്ടുള്ള ഒരു റിസ്ക് ഉണ്ട്, അത് ലഭിക്കാതെ അയാൾ മരണപ്പെടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കുക. അള്ളാനെ സൂക്ഷിച്ച് നിങ്ങൾ അവിടെ വീട്ടിലിരിക്കാൻ പറ്റും. അതായത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഒരു റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് റിസ്ക് എത്തില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ഉടനെ തന്നെ ബാലൻസ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഹദീസിന്റെ ബാക്കി അജ്മിലു ഫി ത്വലബ്, അതായത് നിങ്ങൾ നല്ല നിലക്ക് നിങ്ങൾ ഉപജീവനം തേടി ഇറങ്ങുക. നല്ല നിലക്ക് നിങ്ങൾ ആ ഉപജീവനം തേടി ഇറങ്ങുക. അതായത് വീട്ടിലിരുന്നാൽ കിട്ടില്ല, നിങ്ങൾ ഉപജീവനം തേടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയിലും ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, നിങ്ങൾ ആ അല്ലാഹുക്കുള്ള ആരാധനകൾ നിർവഹിച്ചതിന് ശേഷം ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ച് നിങ്ങളുടെ ഉപജീവനം നിങ്ങൾ തേടണം. നിങ്ങൾ തേടിയിട്ട് നിങ്ങളത് കണ്ടെത്തണം. ആ രൂപത്തിൽ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അടുത്ത ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമാണ്. ഹദീസിൽ റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, നിങ്ങൾ ആ ഉപജീവനം വൈകിയതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് അത് നിങ്ങൾ കൈയടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. ഒരല്പം ഉപജീവനം വൈകുന്ന സന്ദർഭത്തിൽ, സാമ്പത്തികമായിട്ടൊരല്പം പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ പലിശയെല്ലാം വാങ്ങിയിട്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറയാണ്, ഉപജീവനം വൈകിയതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും തെറ്റായിട്ടുള്ള രൂപത്തിൽ അത് നിങ്ങൾ കരസ്ഥാക്കാൻ ശ്രമിക്കല്ലേ. ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിതഅതിഹി. മനോഹരമായിട്ടുള്ള ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ അവൻ നിങ്ങൾക്ക് നൽകൂ. സുബ്ഹാനല്ലാഹ്. അതിമനോഹരമായിട്ടുള്ള ആശയമാണ്. അള്ളാന്റെ പക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. അതാണ് റസൂലുള്ളാഹി ഹദീസിന്റെ അവസാനം പറഞ്ഞത്. വലിയ ആശയമാണ്. റിസ്ക് നിങ്ങൾ തെറ്റായിട്ട് നിങ്ങൾ സ്വന്താക്കാൻ നിങ്ങൾ ശ്രമിക്കല്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് വൈകും. ആ വൈകുന്നത് നിങ്ങൾക്ക് പരീക്ഷണമാകും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ പതറരുത്. നിങ്ങൾ തെറ്റായിട്ടുള്ള ഹറാമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങല്ലേ. ഇപ്പോ മനോഹരമായിട്ട് ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോ ചില ആളുകൾ ഇതേ രൂപത്തിൽ ഹറാമായിട്ട് പലിശയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ധനമല്ല അന്യായമായിട്ട് കവരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആ രൂപത്തിൽ കവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കവർച്ച ചെയ്യപ്പെട്ട ധനം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഹലാലായിട്ട് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ നിങ്ങളുടെ ധൃതി കാരണം ഹറാമായിട്ട് നിങ്ങൾ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഹദീസല്ല നമ്മുടെ ചർച്ച. നമ്മളെ പോയിന്റിലേക്ക് തിരിച്ചു വരണം. ഹദീസിന്റെ തുടക്ക ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ഹദീസിന്റെ ആരംഭത്തിൽ നഫസ ഫി റൂഇ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മനസ്സിൽ തോന്നിച്ചു. അതാണ് വഹീന്റെ രണ്ടാമത്തെ രൂപം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ, ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ തോന്നിക്കുക അല്ലെങ്കിൽ നിക്ഷേപിക്കുക. അതാണ് വഹീന്റെ രണ്ടാമത്തെ രൂപം. വഹീന്റെ മൂന്നാമത്തെ രൂപം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടന്നു വരികയാണ്. അതാണ് മൂന്നാമത്തെ രൂപം. അത് മുൻകാലഘട്ടത്തും ഇപ്പൊ മറിയം സലാമുനായ അവരുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച സന്ദർഭത്തിൽ സൂറത്ത് മറിയമിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ ബശറൻ സവിയ്യ, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതേ രൂപത്തിൽ ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ കടന്നു വന്നിരുന്നു. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിക്ക് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്ന ആ ഒരു രൂപം. കാരണം മനുഷ്യരൂപത്തിലാകുന്ന സന്ദർഭത്തിൽ എളുപ്പമാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോ അതിന് പല സ്വഹാബികളും അത് നേരിൽ കണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന സന്ദർഭത്തിൽ അതിന് പല സ്വഹാബികളും അത് അവരുടെ കണ്ടുകൊണ്ട് കാണുകയും ചെയ്തു. അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം, തെളിവാണ് സ്വഹീഹ് ബുഖാരിയിലുള്ള ജിബ്രീൽ ഹദീസ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. സ്വഹാബികൾ അവർ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ്, ഒരിക്കൽ അവർ പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ആ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വന്നു. തൂവെള്ള വസ്ത്രധാരിയായിട്ടുള്ള ഒരു വ്യക്തി. യാത്രയുടെ യാതൊരു ലക്ഷണവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നില്ല. അതിസുമുഖനായിട്ടൊരു ഒരു വ്യക്തി പെട്ടെന്ന് കടന്നു വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയിട്ട് മുട്ട് ചേർത്ത് വെച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം റസൂലുള്ളാഹിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇസ്ലാമിനെ സംബന്ധിച്ച്, ഈമാനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ഇഹ്സാനെ സംബന്ധിച്ചെല്ലാം ഇതേ രൂപത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദിക്കുന്നതിനും അതിനെല്ലാം അവിടെ ഇരിക്കുന്ന സ്വഹാബികൾ അതെല്ലാം കണ്ടും കേട്ടും അവിടെ ഇരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അവർ കാണുന്നത്, ഒരാളല്ല. ചിന്തിച്ചു നോക്കുക, അത് സദസ്സ് മുഴുവൻ അതിന് സാക്ഷിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന അനുചരന്മാരോട് നിങ്ങൾ ഉടനെ പോയിട്ട് അദ്ദേഹത്തെ തിരയാൻ വേണ്ടി കൽപ്പിച്ചു. സ്വഹാബികൾ പള്ളിയിൽ നിന്നിറങ്ങി അവർക്ക് കഴിയുന്ന രൂപത്തിൽ ആ പരിസരം മുഴുവൻ അവർ തപ്പി നോക്കി. പരിസരം മുഴുവൻ കഴിയുന്നത്ര ദൂരം അവര് സഞ്ചരിച്ചു നോക്കി. അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അവർ തിരയുന്നുണ്ട്. പക്ഷേ പൊടി പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. അവർ തിരിച്ചു വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജിബ്രീൽ ജാഅ യുഅല്ലിമുന്നാസ ദീനഹും. ഇവിടെ വന്നത്, ഒരല്പം മുമ്പ് ഇവിടെ വന്നത്, മനുഷ്യരൂപത്തിൽ വന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് മനുഷ്യരൂപത്തിൽ കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബികൾ മുഴുവൻ അത് കണ്ടു എന്നുള്ള. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചേർത്ത് മനസ്സിലാക്കേണ്ടത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതേ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ കടന്നു വരുന്ന പല സന്ദർഭത്തിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അനുയായികളിൽ, സ്വഹാബികളിൽപ്പെട്ട ഏറ്റവും സുമുഖനായിരുന്ന ഒരു സ്വഹാബി ദിഹിയ അൽ കൽബി റളിയല്ലാഹു അൻഹു, അതായത് ബനൂ കൽബ് ഗോത്രത്തിലെ യൂസുഫ് എന്നായിരുന്നു അദ്ദേഹത്തെ അക്കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. അത്രയേറെ സുമുഖനായിരുന്ന ദിഹിയ അൽ കൽബി എന്നറിയപ്പെടുന്ന ആ സ്വഹാബിയുടെ രൂപമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാപിച്ചിരുന്നത്. കാരണം മലക്കുകൾ എന്നുള്ളത് ഏറ്റവും സൗന്ദര്യമുള്ള സൃഷ്ടികളാണ്. അപ്പൊ അവര് മനുഷ്യർക്കിടയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവർ ഏതെങ്കിലും മനുഷ്യനെ മരിച്ച ഏറ്റവും സുന്ദരമായിട്ട് രൂപമാണ് അവർ പ്രാപിക്കുക. അപ്പൊ ദിഹിയ അൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ പല സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഒരിക്കൽ മനോഹര സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ, ഭാര്യ വാതിൽ തുറന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുമായിട്ട് സംസാരിക്കുന്ന അവിടെ കണ്ടു. ആ സംസാരത്തിന് ശേഷം റസൂലുള്ളാഹി വന്ന സന്ദർഭത്തിൽ ഉടനെ തന്നെ ഭാര്യ ചോദിച്ചു, ഓ പ്രവാചകരെ, താങ്കൾ ആരുമായിട്ടാണ് സംസാരിച്ചിരുന്നത്? അപ്പൊ റസൂലുള്ളാഹി അത്ഭുതത്തോടെ കൂടെ ചോദിച്ചു, നീ എന്താണ് കണ്ടത്? ആ സന്ദർഭത്തിൽ ഭാര്യ പറഞ്ഞു, ഞാന് താങ്കൾ ദിഹിയയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. കാരണം യഥാർത്ഥത്തിൽ അത് ദിഹിയ ആയിരുന്നില്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദിഹിയയുടെ രൂപം പ്രാപിച്ചു വന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയാണ്. അതാണ് മൂന്നാമത്തെ രൂപം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപം പ്രാപിച്ചു വരിക. നാലാമത്തെ രൂപമായിട്ട് പറയപ്പെടുന്ന, അതാണ് നാലാമത്തെ രൂപം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രയാസകരമായിട്ടുള്ള രൂപമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തു നിന്നും മണിയടിക്കുന്ന രൂപത്തിലുള്ള ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുക. അതിനെ സംബന്ധിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ ആദ്യത്തെ അധ്യായം ബദഉൽ വഹി, ആദ്യത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ഹദീസായിട്ട് കടന്നു വരുന്ന ഹദീസ് നിങ്ങൾ വായിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു, കൈഫ യഅതീകൽ വഹി, പ്രവാചകരെ എങ്ങനെയാണ് താങ്കൾക്ക് വഹി ലഭിക്കുക? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, വഹയിന്റെ ഒരു രൂപം റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ആകാശലോകത്തു നിന്നും മണിനാദം പോലെയുള്ള ഒരു ശബ്ദം കേൾക്കും. സ്വൽസലത്തിൽ ജറസ്, മണിനാദം പോലെയുള്ള ഒരു ശബ്ദം ഞാൻ ആദ്യം കേൾക്കും.
അതെനിക്ക് താങ്ങാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ്. റസൂലുള്ളാഹി തന്നെ പറയാണ്, എനിക്ക് അങ്ങേയറ്റം പ്രയാസമുള്ളതാണ്. ആ പ്രയാസത്തിന് പല സന്ദർഭത്തിലും ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷിയായിരുന്നു. അവർ ആ പ്രയാസം, റസൂലുള്ളാഹി അനുഭവിച്ച ആ പ്രയാസം ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിൽ വിശദീകരിച്ചിരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടും തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിയർക്കും, നെറ്റിത്തടം വിയർത്ത് ആ വിയർപ്പ് ഒലിക്കാൻ തുടങ്ങുമെന്നാണ്. അത്രയേറെ പ്രയാസകരായിരുന്നു റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ. അതിന്റെ വിവരണം ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കടന്നു വരുന്ന ഹദീസുൽ ലിഫ്ക്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട അപവാദത്തെ സൂചിപ്പിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഏറ്റവും സുദീർഘമായിട്ടുള്ള ഹദീസുകളിൽ ഒന്നാണ് ഹദീസുൽ ലിഫ്ക്. ആ ഹദീസുൽ ലിഫ്കിന്റെ അവസാന ഭാഗം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അപവാദ ആ സമൂഹത്തിൽ പടർന്ന അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തിൽ, ആ ആയത്ത് ലഭിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്കുള്ള അനുഭവം ആയിഷ റളിയല്ലാഹു അൻഹ മനോഹരമായിട്ട് ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർ പറയാണ്, റസൂലുള്ളാഹിക്ക് ആ സന്ദർഭത്തിൽ വഹി അവതരിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹിന്റെ ആ ഒരു മുഖം, അതായത് ആ സന്ദർഭത്തിൽ വളരെ പ്രയാസകരമായിട്ട് തോന്നി. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു ആ സന്ദർഭം. ആ തണുപ്പുള്ള ദിവസമായിട്ട് പോലും റസൂലുള്ളാഹിന്റെ മുഖത്ത് വിയർപ്പ് ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. ആ വിയർപ്പ് പൊടിയാന്ന് പറയുമ്പോൾ ആ വിയർപ്പ് പൊടിയുന്നതിന് ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ വിയർക്കുന്നത് ദുർഗന്ധാണ്, മറ്റുള്ള ആളുകൾക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ മൂന്നാമത്തെ ഭാഗത്ത് സൂചിപ്പിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ വിയർപ്പാണ്. ആ വിയർപ്പ് റസൂലുള്ളാഹിന്റെ മുഖത്തു നിന്നും പൊടിയാൻ തുടങ്ങി. അതേപോലെ തന്നെ ആ മുഖത്തു നിന്നും വിയർപ്പ് തുള്ളികളെ ആയിഷ റളിയല്ലാഹു അൻഹ അതിമനോഹരായിട്ട് ഹദീസിൽ വർണ്ണിക്കുന്നുണ്ട്. ഇന്നഹു ലയതഹദ്ദറു മിൻഹു മിസ്ലൽ ജുമാൻ, അതായത് ആ വിയർപ്പ് തുള്ളികൾ ആ മുഖത്തു നിന്നും വരുന്നത് മുത്തുമണികൾ പോലെ, അതായത് ഒരു മാലയിൽ നിന്നും മുത്തുമണികൾ അടർന്നു വീടുന്നത് പോലെ, അതായത് ഒരു മാല പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മുത്തുമണികൾ അടർന്നു വീടുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്നും മിസ്ലൽ ജുമാൻ എന്ന് വെച്ചാൽ അതായത് ആ മുത്തുമണികൾ പോലെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്നും വിയർപ്പ് തുള്ളികൾ അടർന്നു വീഴാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്, അടർന്നു വീണു. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസിൽ പറയാണ്, ഫലമ്മ സുർരിയ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദ്ഹക്, അതായത് റസൂലുള്ളാഹിക്ക് ആശ്വാസമായപ്പോൾ, അതായത് അത്രയേറെ പ്രയാസകരായിരുന്നു. ആ പ്രയാസം കഴിഞ്ഞ ആ വഹി കഴിഞ്ഞ സന്ദർഭത്തിൽ വഹുവ ളഹിഖു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അത്യധികം പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലായിരുന്നു വഹിയിന്റെ ആ രൂപം. അതിന്റെ കാഠിന്യം വർണ്ണിക്കുന്ന മറ്റൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രയാസം കാരണം പ്രവാചകന്റെ ആ പരിശുദ്ധമായിട്ടുള്ള മുഖത്തിന്റെ നിറം മാറും, റസൂലുള്ളാഹി ചെരിഞ്ഞിരിക്കും. അത്രയേറെ ഭാരമുള്ള ഒരു അനുഭവമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിലാണ് ഹദീസുകൾ റസൂലുള്ളാഹിന്റെ ആ മൂന്നാമത്തെ രൂപം. അതേപോലെ തന്നെ ഇവിടെ സാന്ദർഭികമായിട്ട് ഇത്രയേറെ വിശദമായിട്ട് ഇത് പറയാനുള്ള കാരണം, പല സന്ദർഭത്തിലും ഇതെല്ലാം വഹയിന്റെ രൂപങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങളെല്ലാം പല സന്ദർഭത്തിലും ഓറിയന്റലിസ്റ്റുകളെ പോലെയുള്ള ഇതേ രൂപത്തിലുള്ള ചില വിഡ്ഢിജീവികൾ അവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് വഹി ലഭിച്ചത്. പക്ഷേ പല സന്ദർഭത്തിലും അതിന്റെ എഫക്ട്, അതായത് റസൂലുള്ളാഹിക്ക് ആ വഹി ലഭിക്കുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന രൂപഭാവങ്ങൾക്ക് അവിടെ മുമ്പിലുണ്ടായിരുന്ന പല ആളുകളും സാക്ഷിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യ മുതൽ സ്വഹാബികൾ മുഴുവനും പല സന്ദർഭത്തിൽ അതിന് സാക്ഷിയായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഹദീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ പറയാണ്, സൂറത്തുൽ മുഅ്മിനൂൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആ വഹീന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹിന്റെ സമീപത്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. വഹീന്റെ ലക്ഷണങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ സന്ദർഭത്തിൽ യസ്മഉ ഇൻദ വജ്ഹിഹി ദവിയുൻ കദവിയുൻ നഹ്ൽ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹിന്റെ ആ മുഖത്ത് നിന്നും ഒരു മുഴക്കം എനിക്ക് കേൾക്കായിരുന്നു. അതായത് ഒരു റിവർബറേഷൻ, അതായത് റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്നും ഒരു മുഴക്കം ഞാൻ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, തൊട്ടടുത്തിരിക്കുന്നുണ്ട്. വഹി ആരംഭിച്ച സന്ദർഭത്തിൽ ഒരു ചെറിയ മുഴക്കം എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. ആ മുഴക്കത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വിവരിക്കുകയാണ്, ദബിയുൻ നഹ്ൽ, അതായത് തേനീച്ചയുടെ മൂളൽ പോലെ. സുബ്ഹാനല്ലാഹ്, അത് പറഞ്ഞുകൊണ്ടാണ് ഹദീസിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഹീനെ വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ശബ്ദം മാത്രമല്ല, അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ വഹി എന്നുള്ളത് അത് ശബ്ദം മാത്രമല്ല അവർ കേട്ടത്. പല സന്ദർഭത്തിലും വഹി എന്നുള്ളത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഭാരമേറിയ ഒരു അനുഭവമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുസ്സമ്മിൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമുള്ള ഒരു വാക്ക് ഞാൻ റസൂലുള്ളാഹിക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ ഭാരം എന്നുള്ളത് ഫിസിക്കലായിട്ട് തന്നെ റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ടിരുന്നു.
ആ റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ട ഭാരം അത് പ്രവാചകന് മാത്രമല്ല, അത് സ്വഹാബികളും അത് പല സന്ദർഭത്തിൽ അനുഭവിച്ചറിഞ്ഞിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് നമുക്കറിയാം പരിശുദ്ധ ഖുർആന്റെ വഹ്യ് എഴുത്തുകാർ, കുത്താബുൽ വഹ്യിൽ കടന്നു വരുന്ന ഒരു സ്വഹാബിയാണ്. ആ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ 95-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹിന്റെ സമീപത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ റസൂലുള്ളാഹിന്റെ സമീപത്ത് ഞാൻ ഈ ചമ്രം പടിഞ്ഞ്, അതായത് കാലുകൾ ക്രോസ് ആക്കി വെച്ച് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വളരെ ഇടുങ്ങിയ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ കാലുകൾ എന്റെ കാലുകളിലേക്ക് എത്തുന്നുണ്ട്. പ്രവാചകന്റെ കാൽമുട്ടുകൾ എന്റെ ആ തൊടയുടെ ഭാഗത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ഈ ആയത്ത്, സൂറത്ത് നിസാഇന്റെ 95-ാമത്തെ ആയത്ത് ഇറങ്ങി. ആയത്ത് ലഭിക്കാൻ തുടങ്ങിയതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ വല്ലാത്തൊരു ഭാരം അനുഭവിക്കാൻ തുടങ്ങി. ആ ഭാരം എനിക്കും അനുഭവപ്പെട്ടു, ചെറുതല്ല. അദ്ദേഹം ഹദീസിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, എന്റെ കാലുകളുടെ തുടയെല്ലുകൾ പൊട്ടുമോ എന്ന് വരെ ഞാൻ ഭയന്നുപോയി. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള എല്ലുകളാണ് ഫീമർ, അതായത് തുടയെല്ല്. ആ തുടയെല്ല് പോലും പൊട്ടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നുള്ള ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ബുഖാരിയിലുള്ള ഹദീസിൽ പറയാൻ. സുബ്ഹാനല്ലാഹ്, അതേ കാര്യം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, പ്രിയപത്നിയായിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ, അവർ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഞങ്ങളൊരു സന്ദർഭത്തിൽ ഒരു യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി തന്റെ അസ്ബ എന്നറിയപ്പെടുന്ന ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ മാഇദ ആ സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. സൂറത്തുൽ മാഇദ അവതരിക്കപ്പെട്ട ആ സൂറത്തുൽ മാഇദയുടെ ഭാരം കാരണം ഒട്ടകം നിലത്തിരുന്നു. മിൻ സിഖ്ലിഹ, വഹയിന്റെ ഭാരം കാരണം ഒട്ടകം നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തുനിന്ന് അവസാനം റസൂലുള്ളാഹി ആ ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങി ഒട്ടകത്തോടുള്ള കാരുണ്യം കാണും. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അത്രയേറെ ഭാരമേറിയ അനുഭവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 23 വർഷ കാലഘട്ടത്തിലുടനീളം അനുഭവിക്കേണ്ടി വന്നത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് 4-ാമത്തെ രൂപം. അതായത് മണിയെടുക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം റസൂലുള്ളാഹി കേൾക്കും. അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള തണുപ്പുള്ള ദിവസത്ത് പോലും റസൂലുള്ളാഹി വിയർക്കും. അതേപോലെ തന്നെ അതിഭാരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അത് പല സന്ദർഭത്തിലും അത് കൂടെ നിൽക്കുന്ന ആളുകൾ പോലും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് 4-ാമത്തെ വഹയിന്റെ രൂപം. 5-ാമത്തെ വഹയിന്റെ രൂപം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമ്പൂർണ്ണ രൂപം പ്രാപിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന വഹയികളാണ്. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ 2 തവണ മാത്രമാണ്. നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഒരു സന്ദർഭം വിശദീകരിച്ചു. സൂറത്ത് മുദ്ദസ്സിറിന്റെ അവതരണ പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ആ സമ്പൂർണ്ണ രൂപത്തിൽ ചക്രവാളത്തിൽ കാണപ്പെടുകയുണ്ടായി. സൂറത്ത് നജ്മിൽ വഹുവ ബിൽ ഉഫ്ഖിൽ അഅല സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, അതെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ തനത് സ്വരൂപം, ആ സിത്തമിഅത്ത ജനാഹ്, ആ 600 ചിറകുകളുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ രൂപത്തിൽ നൽകപ്പെട്ട വഹ്യ്, അത് ഒരു സന്ദർഭം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. 2-മതായിട്ട് കടന്നു വരുന്നത് ഇസ്രാ മിഅ്റാജ് യാത്രയിലുള്ള സന്ദർഭമാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കും. അപ്പൊ 5-ാമത്തെ രൂപമായിട്ട് കടന്നു വരുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമ്പൂർണ്ണ രൂപത്തിൽ വന്നുകൊണ്ട് നൽകപ്പെട്ട വഹി, അതാണ് 5-ാമത്തെ രൂപം. 6-മതായിട്ട് കടന്നു വരുന്ന വഹീന്റെ രൂപം, അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപങ്ങളിൽ ഒന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശവാഹകനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകുന്ന വഹി. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള വഹീന്റെ രൂപമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ ഇസ്രാ മിഅ്റാജ് വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കരിക്കാനുള്ള കൽപ്പന ആ രൂപത്തിലാണ് നൽകപ്പെട്ടത്. ചിന്തിച്ചു നോക്കുക, നമസ്കാരത്തിന്റെ ഗൗരവം കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് റസൂലുള്ളാഹിക്ക് നൽകിയ കൽപ്പനയാണ്. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതാണ് 6-ാമത്തെ രൂപം. അവസാനമായിട്ട് 7-ാമത്തെ രൂപമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത് അവസാനത്തെ രൂപം, അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള വഹീന്റെ രൂപം. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരിക്കലും മാത്രമാണ് സംഭവിച്ചത്. അതും ഇസ്രാ മിഅ്റാജ് വേളയിലാണ്. ഇൻഷാ അല്ലാഹ് ഇസ്രാ മിഅ്റാജ് പിന്നീട് നമ്മൾ വിശദമായിട്ട് വിശദീകരിക്കും. ആ സന്ദർഭത്തിൽ ഒരു മാധ്യമമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ഇല്ലാതെ റസൂലുള്ളാഹിയുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാഷണം നടത്തുകയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ സീനാ പർവ്വതത്തിന് മുകളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 164-ാമത്തെ വചനത്തിൽ വകല്ലമല്ലാഹു മൂസാ തക്ലീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഭൂമിയിൽ വെച്ച് അതേ രൂപത്തിൽ ചില വഹി നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹിന്റെ സാന്നിധ്യത്തിലേക്ക്, അതായത് 7-ാം ആകാശത്തിലേക്ക് വിളിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഒരു മറക്ക് പിന്നിലിരുന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കും. ചില ഹദീസുകൾ കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം
സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം, അതായത് 285 ആയത്ത്, ആമന റസൂലു ബിമാ ഉൻസില, നമ്മളെല്ലാം പാരായണം ചെയ്യുന്ന ആ ഭാഗം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടു എന്നുള്ള ചിന്തിച്ചു നോക്കുക. അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാകുന്ന ആ മാധ്യമമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് റസൂലുള്ളാഹിക്ക് നൽകിയ പരിശുദ്ധ ഖുർആന്റെ ഭാഗമാണ്. ആ രൂപത്തിലുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പരിശുദ്ധ ഖുർആന്റെ ഒരു ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്ന ആ വഹയിന്റെ 7 ഇനങ്ങൾ, അതായത് 7 രൂപത്തിലുള്ള വഹയികൾ. ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ്, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത്, ആദ്യമായിട്ട് റുഅ്യ സ്വാലിഹ്, സ്വപ്നത്തിലൂടെയുള്ള വഹി, അതാണ് ഏറ്റവും താഴേക്കിടയിലുള്ള വഹി. ആ രൂപത്തിലെ ചില കൽപ്പനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടു, റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടു. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ റസൂലുള്ളാഹിന്റെ മനസ്സിൽ നഫസ ഫീ റൗഇ, റസൂലുള്ളാഹിന്റെ മനസ്സിൽ നിക്ഷേപിക്കുക, അതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമതായിട്ട് മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുക. നാലാമതായിട്ട് മണിയടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം റസൂലുള്ള കേൾക്കും. അതിനുശേഷം റസൂലുള്ളാഹിന്റെ തണുപ്പുള്ള രാത്രികളിൽ പോലും റസൂലുള്ളാഹിന്റെ നെറ്റി വിയർക്കും, ശക്തമായിട്ടുള്ള ഭാരം റസൂലുള്ള അനുഭവിക്കേണ്ടി വന്നു. അതാണ് നാലാമത്തെ രൂപം. അഞ്ചാമതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സമ്പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകപ്പെട്ട വഹ്യ്. ആറാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകിയ വഹ്യ്, അതാണിപ്പോ ഇസ്രാ മിറാജിന്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞത്. ഏഴാമതായിട്ട് അവസാനമായിട്ട് ഒരു മാധ്യമമില്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് റസൂലുള്ളാഹിനോട് സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ച രൂപത്തിൽ. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലാണ് 7 രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ 23 വർഷക്കാലഘട്ടങ്ങളിലുടനീളം വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ സീറയിലേക്ക് തിരിച്ചു വരാണ്. അതായത് ഞാൻ ആദ്യത്തിൽ ആ സൂറത്തുൽ അലഖ് പറഞ്ഞു, അതിനുശേഷം സൂറത്ത് മുദ്ദസിർ, ആ 2 വഹി നൽകപ്പെട്ടു. അവിടെ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധന ജീവിതം ആരംഭിക്കുകയാണ്. ആ പ്രബോധന ജീവിതത്തിലും മനോഹരമായിട്ടുള്ള ചില ഘട്ടങ്ങളുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു സൗന്ദര്യം ആ പ്രബോധന ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ റസൂലുള്ളാഹിന്റെ ജീവിതം കടന്നു പോകുന്നുണ്ട്. ഏതെല്ലാമാണ് ആ ഘട്ടങ്ങൾ? അതിലെ ഓരോ ഘട്ടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് പ്രബോധനം ചെയ്തത്, അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ഭാഗത്ത് വളരെ വിശദമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാനും റസൂലുള്ളാഹിന്റെ സീറയും അതേപോലെ തന്നെ പ്രവാചകന്റെ ചര്യയെല്ലാം ആഴത്തിൽ പഠിച്ച് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.